ഈ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കോമണേഴ്സുമായിട്ട് നമുക്ക് കുറേ കൂടി കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു റിയാലിറ്റി ഷോ. ബിഗ് ബോസിന് മുമ്പ് ഇത്തരത്തിലൊരു ഷോ നടത്തി കുറേ പേരെ കണ്ടെത്തുകയാണെങ്കിൽ, കൂടുതൽ പേരും കോമണേഴ്സ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ പേര് കടന്നു വന്നിട്ടുള്ള ജീവിത അനുഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് പല തിങ്കിങ് ലെവൽസ് ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് എനിക്ക് തോന്നിയത് ദേ ആർ ഗെറ്റിംഗ് അഡീഷണൽ അഡ്വാൻറ്റേജ്. ഇവർ ഈവൻ കോമണേഴ്സ് ആണെങ്കിലും ഇപ്പൊ ബിഗ് ബോസിന്റെ ഒരു ഓഡിയൻസ് ആയിട്ടുള്ള എല്ലാവർക്കും അവരെ അറിയാമായിരിക്കും. അപ്പം ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് സെലിബ്രിറ്റീസ് എന്ന ലേബലിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഡിസഡ്വാൻറ്റേജ് ആണ് സത്യം പറഞ്ഞാൽ ഇവരെന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം ഇവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസ് ഓഡിയൻസിലേക്ക് കുറച്ചും കൂടി ഇവർ എത്തിയിട്ടുണ്ട് ദാറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്. സോ ഇപ്പോൾ ഈ 12 കണ്ടസ്റ്റൻസിൽ നിന്ന് 6 പേരായിരിക്കും ഇതിലേക്ക് കയറാൻ പോകുന്നത്, ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ പോകുന്നതെന്നാണ് കേട്ടത്. അതെവിടുന്നാണ് കേട്ടതെന്ന് ചോദിച്ചാൽ ഏതോ ഒരു എപ്പിസോഡിൽ ഏതോ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞ വഴിക്ക് കേട്ടതാണ്. സോ ഇതിൽ എത്രത്തോളം കറക്റ്റാണ് അല്ലെങ്കിൽ ശരിയുണ്ട് എന്നൊന്നും അറിയത്തില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇന്ന് ഈ 12 പേരിൽ നിന്ന് ഫസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് 6 മെമ്പേഴ്സ് ആരായിരിക്കും എന്നുള്ളതാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു 12 പേരിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പ് 6 കണ്ടസ്റ്റൻസ് ഞാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാകേഷ്, ഷിബിന, ഷിജിൻ, ദെൻ അഫിയനാസ്, പിന്നെ പൂജ ആൻഡ് ലൊലീറ്റ ആണ്. ഇവരെന്തുകൊണ്ടാണ് ഇവരുടെ പേര് പറയുന്നതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് രാകേഷ് ഒരു ബ്രില്യൻ പ്ലെയർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വന്നപ്പം മുതൽ പുള്ളി റെലവൻ്റ് ആയിട്ട് നിൽക്കാനുള്ള വക പുള്ളി തന്നെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹീസ് എ ഗുഡ് എൻ്റർടൈനർ. എത്ര വിഷമമുള്ള കാര്യം പോലും പുള്ളി പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു വഴിയുണ്ടല്ലോ, കക്ഷി അടിപൊളിയാണ് അക്കാര്യത്തിൽ. സോ പുള്ളി സെറ്റാണ്. പുള്ളിയുടെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഷിബിനയുടെ കാര്യത്തിൽ ഷീസ് എ വെരി സ്ട്രോങ്, വെരി ഗുഡ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് എങ്ങനെ കളിക്കണം എന്നറിയാം, ആൾക്കാരെ കയ്യിലെടുക്കണം എന്നുണ്ടെങ്കിൽ കയ്യിലെടുക്കാനും അറിയാം, അവരെ തന്നെ തള്ളിക്കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും അറിയാം. സോ ഷീ ക്യാൻ ബി എ ഗുഡ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഷിബിന നിൽക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ദെൻ ഷിജിൻ നല്ല പ്ലെയർ ആണ്. ഗെയിംസിലൊക്കെ ആണെങ്കിലും ഹീസ് ഗിവിങ് ഹിസ് 100%. ഞാൻ റെലവൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് പുള്ളിക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഫ്രം ദ ഫസ്റ്റ് ഡേ മുതൽ ഷിജിൻ്റെ പെർഫോമൻസ് കാണുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ വി ആർ സീയിങ് ഹിം. അതുകൊണ്ട് എനിക്ക് പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ്. അഫിയനാസ്, ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഫിയനാസിൻ്റെ കാര്യത്തിൽ ഐ വാസ് സ്കെപ്റ്റിക്കൽ. ബിഫോർ എനിക്ക് പുള്ളിക്കാരി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് പുള്ളിക്കാരി അത്ര പെർഫോമൻസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗെയിംസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അഫിയനാസ് അത്ര സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഷീ ഹാസ് സംതിങ് ഇൻ ഹെർ ദാറ്റ് മേക്സ് എസ് ലൈക്ക് ഹെർ എന്നുള്ള സാധനമുണ്ട്. എനിക്ക് എന്തോ പുള്ളിക്കാരി ക്യൂട്ടാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരി എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അഫിനിയാസിൻ്റെ പേര് പറഞ്ഞത്. ഞാൻ പുള്ളിക്കാരിയെ ഇഷ്ടപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. സോ പുള്ളിക്കാരി നിൽക്കും. പിന്നെ പൂജയുടെ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ എവിടെയോ ജഡ്ജസിന് മനസ്സിൽ കയറി പറ്റിയ ഒരാളാണ് പൂജ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ പൂജയ്ക്ക് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടി. 20th പേഴ്സണായിട്ട് കടന്നു വന്നത് ആ 20 പേരിൽ ആരെ അറിയുന്നതിന് മുന്നേ തന്നെ പൂജയുടെ പേര് ജഡ്ജസിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്. ആൻഡ് പൂജ ഈസ് പെർഫോമിങ് ആവറേജ് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഗുഡ് പെർഫോമറാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ ഇങ്ങനെ റെലവൻ്റായി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കക്ഷിയെ അത്രയ്ക്ക് കാണുന്നില്ല. സോ എനിക്ക് പുള്ളിക്കാരുടെ കാര്യത്തിൽ ഇച്ചിരി ഡൗട്ടുണ്ട്. എന്നാലും ഐ വിഷ് പൂജ കയറിയിരുന്നെങ്കിൽ എവിടെയോ എന്തോ കൊടുക്കാനുള്ള ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ലൊലീറ്റയുടെ കാര്യത്തിൽ ഫസ്റ്റ് പുള്ളിക്കാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കളിയാണെങ്കിലും എല്ലാം. ദെൻ പെതുക്കെ ലക്ക് ഫാക്ടർ ബേസ് ചെയ്ത് മാത്രം നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. പുള്ളിക്കാരി കയറുന്ന ടീം അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യും. അതുപോലെ പുള്ളിക്കാരിയാണെങ്കിലും എൻ്റർടൈൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ബട്ട് ഇഫ് ദാറ്റ് ലക്ക് ഫാക്ടർ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോവുകയാണ് അഗ്നിപരീക്ഷ കഴിയുന്നത് വരെയെങ്കിൽ ഷീ വിൽ ബി ദെയർ ഇൻ ടോപ്പ് 6 എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ പൂജയുടെ കാര്യത്തിൽ മാത്രമാണ്. സോ എനിക്കൊരു എന്താ പറയുക, ഒരു ഇങ്ങോട്ടോ എന്നില്ലാത്ത ഒരു സംഭവം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഷിജുലാൽ കയറുമായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് 6 വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന 6 പേര്. ആദ്യം തന്നെ രാകേഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ആർക്ക് സംശയം ഉണ്ടാവുമെന്ന്.
പുള്ളി എനർജറ്റിക് ആണ്, പവർഫുള്ളാണ്, ഗുഡ് ഗെയിമറാണ്, എന്താ പറയുക, ഒരു സംഭവമാണ്. അപ്പോൾ പുള്ളിക്ക് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നാൽ തിളങ്ങാൻ പറ്റും. രഞ്ജിനി പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് അഗ്നിപരീക്ഷയുടെ 3 ഇരട്ടി പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ രാകേഷിന് അത് ഉറപ്പായിട്ടും പറ്റും. നെക്സ്റ്റ് വരുന്നത് ഷിബിനയാണ്. ഷിബിന എനർജറ്റിക് ആണ്, അതുപോലെ തന്നെ ഒരു നല്ല ഗെയിം പ്ലെയർ ആണ്, മാനിപ്പുലേറ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് ഷിബിന എന്നുള്ളത്. ഗുഡ് ഗെയിം പ്ലേ ഉണ്ട്. സോ തീർച്ചയായിട്ടും ഷിബിന ഇതിലുണ്ടാവും. ഇനി അങ്ങോട്ടേക്കുള്ള കണ്ടസ്റ്റൻസിൽ ആക്ച്വലി എല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങൾ, വരും ദിവസങ്ങൾ വളരെ ടഫായിരിക്കും. പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്ന എൻ്റെ ഫേവറേറ്റ്സിൽ ഒരാൾ അഫിയനാസാണ്. അഫിനാസ് നേരത്തെ നീ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈക്കബിലിറ്റി ഉണ്ട്. അതായത് ഗെയിം പ്ലേ ഈസ് ഗുഡ്, എല്ലാം ഒരു ഗുഡ് ഒരു ആവറേജ് ഗുഡ് ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് വോട്ട് ചെയ്യാനായിട്ട്, ഇപ്പോൾ പ്രേക്ഷകർക്കാണെങ്കിലും വോട്ട് ചെയ്യാനായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സംതിങ് ഈസ് ദെയർ. അപ്പോൾ അത് അഫീനാസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. സോ അഫീനാസ് എൻ്റെ ആ ഒരു ടീമിൽ വരും. നെക്സ്റ്റ് എൽദോയാണ്. എൽദോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓരോ തവണയും മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ലേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോയാൽ പോലും അയാൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ലേൺ ചെയ്യും. അപ്പോൾ ഓരോ തിരിച്ചടികളും ഒരു ലേണിംഗ് ആക്കി മാറ്റിയിട്ട് അതിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എൽദോയ്ക്ക് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോയാൽ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് തന്നെയാണ്. സോ എൽദോ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് ഷിജിനാണ്. ഷിജിൻ നല്ലൊരു പ്ലെയറാണ്. ആൻഡ് ബിഗ് ബോസിലും എനിക്ക് തോന്നുന്നു പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അവിടെ ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഷിജിൻ എവിടെയൊക്കെ അതിൻ്റെ കുറേ സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിജിന് ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഗെയിം നല്ലതാണ്. അത്യാവശ്യം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഷിജിന് സാധിക്കുന്നുണ്ട്. ഞാൻ ഷിജിൻ ഓർ ഷിജുലാൽ എന്നെനിക്ക് ഡൗട്ട് വന്നു. പക്ഷേ ഷിജുലാലിൻ്റെ കാര്യത്തിൽ പുള്ളി ഗെയിം പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടതുകൊണ്ടാണ് ഷിജിൻ എനിക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത്. നെക്സ്റ്റ് ലൊലീറ്റയാണ്. ലൊലീറ്റയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. ഏത് ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള എല്ലാ എപ്പിസോഡിലും ലക്ക് ഫാക്ടർ വളരെ അധികമാണ്. ലൊലീറ്റ കയറുന്ന ടീം ജയിക്കുന്നുണ്ട്. ലൊലീറ്റ ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും അതിലൊരു സേഫ് സോണിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ലൊലീറ്റയ്ക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നുമുണ്ട്. സോ സംതിങ് ഈസ് ദെയർ. ഇനി ലൊലീറ്റയുടെ ടീം ജയിച്ചില്ലെങ്കിൽ പോലും അവർ മോശമാക്കില്ല, അവരെ കുറിച്ച് ആരും ബാഡ് പറയണില്ല. അതെ, ആ രീതിയിൽ ലൊലിറ്റയ്ക്ക് ഒരു സം ഇൻവിസിബിൾ പ്രൊട്ടക്ഷൻ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലൊലിറ്റയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞ ഒരു 50-50 ആണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ലക്ക് ഫാക്ടർ പോയാൽ, അല്ലെങ്കിൽ ഗെയിമിൽ കുറച്ച് പുറകോട്ടേക്കൊന്ന് പോയാൽ പുറത്തേക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല വളരെ യങ്ങാണ് ലൊലിറ്റ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷനുമായിട്ട് ഉറപ്പായിട്ടും പൊരുത്തപ്പെടാൻ പറ്റും. ലൊലിറ്റ ഇതുവരെയുള്ള കുറച്ച് സമയം കൊണ്ടാണെങ്കിലും സംസാരത്തിൽ നിന്ന് വ്യക്തമായത് ഷീ സ്ട്രോങ്. ബട്ട് എന്നാലും അത് മെന്റലി ചിലപ്പോൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശരിയാ, മൈക്ക് കിട്ടുന്ന സ്പേസിൽ ലൊലിറ്റ ഈസ് വെരി ആണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം ലാസ്റ്റ് സീസണിലൊക്കെ അങ്ങനെയുള്ള, അതായത് അനുമോളൊക്കെ കളിച്ച ഗെയിംസിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതൊരു ടഫായിട്ടുള്ളൊരു സംഭവമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ലക്ക് ഫാക്ടർ ഉള്ളതും കൊണ്ടും കൂടി എനിക്ക് ലൊലിറ്റയ്ക്ക് ഒരു 50-50% ഞാൻ കൊടുക്കുന്നുള്ളൂ. ബട്ട് ഐ വിഷ് ഷീ ഈസ് ഇൻ മൈ ഫേവറേറ്റ് ഫൈനൽ 6. ബട്ട് ഇനി ലൊലിറ്റ അല്ലെങ്കിൽ ഞാൻ പൂജയുടെ പേര് തന്നെ പറയും. അതാണ് ഞാൻ ആകെ ഒരു സാധ്യത പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളൊരു ചാൻസ്. പൂജ ഈസ് ഓൾസോ എ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്. പിന്നെ നീ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതലേ ഒരു എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റിയ ഒരാളാണ് പൂജ. പിന്നെ ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നു. ബട്ട് എനിവേ ഇപ്പോഴത്തെ എൻ്റെ ഒരു 6ൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരാണ്. ഏറ്റവും ഷുവറായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് രാകേഷും ഷിബിനയുമാണ്. ബാക്കിയുള്ളവർ എന്തായാലും വരും ദിവസങ്ങളിലാണ് നമുക്ക് കണ്ടറിയാൻ പറ്റുന്നത്. അതെ, കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ടോപ്പ് 6. ഇനി നിങ്ങളുടെ ടോപ്പ് 6 ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.